പ്രതീക്ഷ മാത്രമല്ല അത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഇപ്പം 100-ലധികം സീറ്റുകൾ വാങ്ങി UDF ജയിക്കേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ്. അതിൻ്റെ ഒരു തത്രപ്പാടാണ് മറ്റേ പക്ഷത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അത്തരം കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. വിജയത്തിന്റെ മാറ്റുകൂട്ടാനാണ് രാഹുലിന്റെ വരവും? അല്ല, രാഹുൽജി സ്വാഭാവികമായിട്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അദ്ദേഹത്തെ കേരളത്തോട് താല്പര്യമുള്ള ആളെന്ന് ചില പരിപാടികൾ ഉണ്ടായിരുന്നു, പെൻഡിങ് പരിപാടികൾ. ആ പരിപാടികളും പിന്നെ ഇലക്ഷൻ പ്രചാരണത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധി ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. ഇന്ന് പുതിയ യാത്ര ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട്. കാരണം ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ പൂർണ്ണമായിട്ടും സ്വരൂപിക്കാനും ഒക്കെ തന്നെയുള്ള ഒരു ഉപാധിയായിട്ട് യാത്ര മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും വലിയ ആവേശമായിരുന്നു യാത്രയ്ക്ക്. ഞാൻ പറഞ്ഞു MP അത് ആ തീരുമാനമൊക്കെ പിന്നീട് എടുക്കേണ്ടതാണ്. പൂർണ്ണമായിട്ടും വിജയസാധ്യത തന്നെയായിരിക്കും മാനദണ്ഡം. CPM-ലെ മുതിർന്ന നേതാക്കളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടികയാണ് അവരിപ്പോൾ പലയിടങ്ങളിലും പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്കിടയിലുള്ള പല പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം. അതെന്തായിരിക്കും അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്നായിരിക്കും? അല്ല, അവരുടെ സ്ട്രാറ്റജി അവരാണ് തീരുമാനിക്കേണ്ടത്. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കുന്നവർ അവരുടെ പട്ടിക വന്നാലേ അതിനകത്ത് ഒഫീഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ തന്നെ പറ്റുള്ളൂ. പക്ഷെ CPM-നകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ കേട്ടുകളിവില്ലാത്ത കാര്യങ്ങളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ പാർട്ടിക്കകത്ത് ഇപ്പം സാധാരണ പ്രവർത്തകൻ്റെയോ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയോ വികാരമൊന്നും ഉൾക്കൊള്ളുന്ന രീതിയല്ല ഇപ്പോൾ ഉള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എല്ലാവരുടെയും സുധാകരൻ്റെയൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതായിട്ടൊന്നുമില്ല. അങ്ങനെ സുധാകരൻ മാത്രമല്ല, കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അണികൾ ഈ സർക്കാരിൽ അമർഷം ഉള്ളവരാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതെ, തീർച്ചയായിട്ടും പറഞ്ഞു വെക്കുന്നു. അങ്ങനെ പറയുന്ന ആളല്ലായിരുന്നു അദ്ദേഹം. അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അദ്ദേഹത്തിന് പോലും മനോവിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയേണ്ടി വന്നു. ആ സാഹചര്യം തന്നെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തെളിവാണ്. ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.